നമ്മൾ പൊരിച്ച അട ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ അട പൊരിച്ചിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 കപ്പ് നമ്മൾ സാധാ അട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നാക്കി ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു വെള്ളം കായുന്നൊരു സ്റ്റേജ് ഉണ്ടാവില്ല, ആ സ്റ്റേജിലാണ് കേട്ടോ ഇത് എടുത്തത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഇതിലൊഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഓക്കെ, ഏകദേശം ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നന്നാക്കി കുഴച്ചെടുക്കാൻ പോവാണ്. വെള്ളം കുറച്ച് പോരായിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാൻ നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ഞാനിതാ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ ചെറിയൊരു പഴമാണ് കേട്ടോ, നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക ആദ്യം. പിന്നെ പറയാനുള്ളത്, പഴം ഓവറായിട്ട് പഴുത്തു പോയ ഒരു മീഡിയം പഴുപ്പ് മാത്രം മതി. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. അപ്പോൾ ഇനി ഞാനിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പോകാൻ. നമുക്ക് ചെറുതാക്കിയിട്ട് ഇത് അരിഞ്ഞെടുക്കുക. നീളത്തിൽ 4 കഷ്ണം ആക്കി ചീന്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ വീട്ടിലെ മെമ്പേഴ്സ് കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പഴം നോക്കിയെടുത്തത്. ഇനി നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരു പഴമോ അല്ലെങ്കിൽ 2 പഴമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് മിൽമേൻ്റെ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ച പഴമാണ് ഇട്ട് കൊടുക്കുക. ഇനി 3-4 മിനിറ്റ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 3-4 മിനിറ്റെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ചിരകി വെച്ച തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങേൻ്റെ കൂടെ ഞാനൊരു 1/4 സ്പൂണ് നല്ല ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കുക, പക്ഷേ ഞാൻ ഏലക്കായ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ നന്നാക്കി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാനിതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അടയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് കുറച്ചൊന്ന് വലിഞ്ഞ് കിട്ടാം. എന്നിട്ട് ഉരുട്ടിയിട്ട് ചെറിയ ബോളാക്കി മാറ്റാൻ പോവാണ്. ചെറിയ ചെറിയ പീസാക്കി മാറ്റാം. ഇനി നമുക്കിത് ഒന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഓക്കെ, എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ മുക്കിയിട്ടാണ് ഇനി പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വളരെ നൈസാക്കി പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇനി റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് ഫസ്റ്റിൽ ഒന്നിച്ച് പരത്തിയെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് ചുട്ടെടുക്കുന്നത്.
ഇനി നമ്മൾ രണ്ടാമത്തത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാൻ പോവാണ്. ഓക്കെ, ഇത്രയും മതി. എന്നിട്ട് നമുക്ക് പാത്രം വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി പാത്രം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം റൗണ്ട് ചെയ്ത് എടുക്കുന്നവർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ചപ്പാത്തിയും ഇതാ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ചപ്പാത്തിയിലും അടൻ്റെ ഫില്ലിങ്സ് നിറയ്ക്കാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ സ്പൂണ് ഒരു 2 സ്പൂണ് മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 സ്പൂൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ എല്ലാ അടയും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ലാസ്റ്റിൽ മൊത്തത്തിൽ ചുട്ടെടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം അട പെട്ടെന്ന് തന്നെ റെഡി ആയി വരും. അങ്ങനെ എല്ലാ അടയും ഞാനിതാ മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ അട ചുട്ടെടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് അടയും കുറച്ച് പൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നാക്കി ചൂടായതിനു ശേഷം ഞാൻ സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടായേ. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു അടയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ 1 ഇട്ട് കൊടുക്കുന്നത്. കാരണം പാത്രം കുറച്ച് കുഴി കുറവാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് നന്നാക്കി പൊങ്ങി വരിക. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗം നന്നാക്കി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാണ്. നന്നാക്കി ഓയിലൊക്കെ ഇങ്ങനെ വാർത്തെടുക്കണം. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു അട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പൊരിച്ചെടുക്കുന്നതുകൊണ്ട് അട പെട്ടെന്ന് റെഡി ആയി വരിക. ഗ്യാസ് നമ്മളെപ്പോഴും ഒരു മീഡിയത്തിൽ മാത്രം ഇട്ടാൽ മതി. അങ്ങനെ ഒരു ഭാഗം ആയതിനു ശേഷം നമ്മൾ രണ്ടാമത് ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ കൈമിലേക്ക് തേളുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ രണ്ടാമത്തെ അടയും ഇവിടെ കോരി മാറ്റാനേ. ഓയിലൊക്കെ നന്നാക്കി വാർത്തെടുക്കണേ. നമ്മളിനി മൊത്തത്തിൽ ചുട്ടെടുക്കാൻ പോവാണ്. അങ്ങനെ അട അല്ലാതെ മൊത്തത്തിൽ ചുട്ടെടുത്തതിന് ശേഷം കുറച്ച് പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂരിക്കുള്ളതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പൂരി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടെല്ലാം ഫുള്ള് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ്. നല്ല മഴൻ്റെ സൗണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇതാ അട അല്ലാതെ ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പ്ലേറ്റിൽ കൊള്ളുന്ന അട മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഞാനൊരു കഷ്ണം കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം.
സൂപ്പറാണ് കേട്ടോ, കഴിച്ച് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്